നമസ്കാരം. ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ ഇന്ന് മിഡിൽ ക്ലാസ് കുടുംബങ്ങളുടെ ഏറ്റവും വലിയ ഭയമായി മാറുന്നുണ്ടോ? കേരളത്തിലൊരു ഫണ്ണി റിയാലിറ്റി ഉണ്ട്. മനുഷ്യൻ അസുഖത്തേക്കാൾ കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനാണെന്നറിയാമോ? ഹോസ്പിറ്റൽ ബില്ലിനെയാണ്. ഒരു ഫീവർ വന്നാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഒരു ചെസ്റ്റ് പെയിൻ വന്നാൽ യൂട്യൂബ് ഡോക്ടറെ കാണും. പക്ഷേ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ ആദ്യം ചോദിക്കുന്നത് ഇൻഷുറൻസ് ഉണ്ടല്ലോ അല്ലേ എന്നാണ്. കാരണം ഇന്ന് പല മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്കും രോഗം മാത്രമല്ല, മെഡിക്കൽ എക്സ്പെൻസും ഒരു ക്രൈസിസ് ആണ്. ഒരു കാലത്ത് മലയാളി കുടുംബങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ഒരു വീട്, കാറ്, മക്കളുടെ വിദ്യാഭ്യാസം ഇവയായിരുന്നു. പക്ഷേ ഇന്നോ മറ്റൊരു ഫിയർ കൂടി വന്നിരിക്കുന്നു. ആർക്കെങ്കിലും സീരിയസ് ഇൽനെസ് വന്നാൽ എന്ത് ചെയ്യും? ഇനിയൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ചിന്തിക്കൂ. ഒരു സാധാരണ കുടുംബം. അവിടെ വീട്ടിലെ ഗൃഹനാഥന് ചെസ്റ്റ് പെയിൻ വന്നു രാത്രി 11 മണിക്ക്. ECG, ബ്ലഡ് ടെസ്റ്റ്, സ്കാൻ, ICU ഒബ്സർവേഷൻ. അടുത്ത ദിവസം കുടുംബം ഏറ്റവും കൂടുതൽ നോക്കുന്നത് ബിൽ എസ്റ്റിമേറ്റ് ആണ്. ഇതൊരു തമാശ പോലെ തോന്നാം, പക്ഷേ കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ റിയാലിറ്റിയാണിത്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്, കേരളത്തിൽ ലൈഫ് എക്സ്പെക്റ്റൻസി വർദ്ധിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഏജിംഗ് പോപ്പുലേഷൻ കൂടുകയാണ്. അതോടൊപ്പം ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ്, ക്യാൻസർ, കിഡ്നി ഡിസീസ് ഇവയും വർദ്ധിക്കുന്നു. അതായത് ഹോസ്പിറ്റൽ വിസിറ്റ്സ് കൂടി വരുന്നു, മെഡിക്കൽ എക്സ്പെൻസും കൂടി വരുന്നു. ഇനി ഇൻഷുറൻസ്, അതൊരു ഫണ്ണി ടോപ്പിക്കാണ്. ഇൻഷുറൻസ് എടുക്കുമ്പോൾ എല്ലാം കവേർഡ് ആണെന്ന് പറയും. പക്ഷേ ക്ലെയിം ചെയ്യുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പെട്ടെന്ന് ജീവൻ പ്രാപിക്കും. ഇത് കവേർഡ് അല്ല, അത് വെയിറ്റിംഗ് പീരീഡ് ആണ്, ഇത് ലിമിറ്റ് എക്സീഡ് ചെയ്യും. അങ്ങനെ അപ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലി വീണ്ടും കാൽക്കുലേറ്റ് എടുത്തിരിക്കും. ഇനി മറ്റൊരു അൺകംഫർട്ടബിൾ റിയാലിറ്റി, കേരളത്തിൽ മെഡിക്കൽ ഇൻഫ്ലേഷൻ സാധാരണ ഇൻഫ്ലേഷനേക്കാൾ വളരെ വേഗത്തിൽ വളരുകയാണ്. പെട്രോൾ വില കൂടിയ വാർത്തയാകും, പക്ഷേ മെഡിക്കൽ ബില്ല് വർഷം തോറും കൂടുന്നത് ചർച്ച ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമാണ്. ഇന്നൊരു സർജറി 5 വർഷം മുമ്പുള്ളതിനേക്കാൾ വളരെ എക്സ്പെൻസീവാണ്. ഒരു ICUവിൽ സ്റ്റേ വന്നു കഴിഞ്ഞാൽ അതൊരു ഫാമിലിയുടെ ആനുവൽ സേവിങ്സ് തന്നെ ഇല്ലാതാക്കും. ഇനി സോഷ്യൽ മീഡിയ, ഇവിടെ നിങ്ങളൊരു പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്ലീസ് ഹെൽപ്പ്, മെഡിക്കൽ എമർജൻസി, ക്രൗഡ് ഫണ്ടിങ്, ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വർദ്ധിക്കുന്നുണ്ട്. ഇതെന്താണ് കാണിക്കുന്നത്? പല കുടുംബങ്ങൾക്കും ഒരു വലിയ ഇൽനെസ് സാമ്പത്തികമായി കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി മറ്റൊരു ഫണ്ണി ഒബ്സർവേഷൻ, കേരളത്തിലെ ആളുകൾ ജിം മെമ്പർഷിപ്പ് എടുക്കാൻ മടിക്കും, ഹെൽത്ത് ചെക്കപ്പ് പോസ്റ്റ്പോൺ ചെയ്യും, വാക്കിംഗ്, നടത്തം നാളെ മുതൽ തുടങ്ങാമെന്നൊക്കെ പറയും. പക്ഷേ ഹോസ്പിറ്റൽ ബിൽ വന്നാൽ ഹെൽത്ത് ഈസ് വെൽത്ത് പെട്ടെന്ന് ഓർമ്മ വരും. ഇനിയൊരു വലിയ ചോദ്യം, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പ്രശ്നമാണോ? അല്ല, അവർ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് നൽകുന്നുണ്ട്, ലോകോത്തര ഫെസിലിറ്റീസ് നൽകുന്നു, ആയിരക്കണക്കിന് ജീവൻ രക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഓർഡിനറി മിഡിൽ ക്ലാസ് ഫാമിലിയുടെ വരുമാനവും മെഡിക്കൽ എക്സ്പെൻസും തമ്മിലുള്ള ഗ്യാപ്പ് വർദ്ധിക്കുകയാണ്. അതാണ് യഥാർത്ഥ ചർച്ച. കാരണം പല കുടുംബങ്ങൾക്കും രോഗത്തേക്കാൾ വലിയ ഭയം ഈ ട്രീറ്റ്മെൻറ്റ് അഫോർഡ് ചെയ്യാനാകുമോ എന്നുള്ളതാണ്. അവസാനം, കേരളത്തിൽ ഇന്ന് മിഡിൽ ക്ലാസ് കുടുംബങ്ങളുടെ ഏറ്റവും വലിയ ഭയം രോഗമാണോ, അല്ലെങ്കിൽ രോഗത്തോടൊപ്പം വരുന്ന സാമ്പത്തിക ആഘാതമാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.